വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം യെശയ്യാ പ്രവചനം 28 മുതൽ 30 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം സെഖര്യാ പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യം. സെഖര്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, ബെരഖ്യാവിൻ്റെ മകനും ഇദ്ദോ പ്രവാചകന്റെ പൗത്രനുമായിരുന്നു സെഖര്യാവ്. യഹോവ അനുസ്മരിക്കുന്നു എന്നതാണ് സെഖര്യാവ് എന്ന പേരിൻ്റെ അർത്ഥം. പ്രവാചകൻ ഒരു പുരോഹിത കുടുംബത്തിലാണ് ജനിച്ചതെന്ന് യഹൂദ ചരിത്രം പരാമർശിക്കുന്നു. ദേവാലയവുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു ലേവ്യ പ്രവാചകനായിരുന്നു സെഖര്യാവ്. ഹഗ്ഗായി പ്രവാചകന്റെ സമകാലികനും ആയിരുന്നു സെഖര്യാവ്. കോരശ് രാജാവിൻ്റെ കൽപ്പന പ്രകാരം ബാബിലോണിൽ നിന്ന് മടങ്ങിയെത്തിയ യഹൂദന്മാരോടാണ് സെഖര്യാ പ്രവാചകൻ പ്രവചന ശുശ്രൂഷ നിർവഹിക്കുന്നത്. ഈ പ്രഭാതത്തിൽ സെഖര്യാ പ്രവാചകന്റെ പ്രധാന സന്ദേശവും ദർശനങ്ങളും എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് പ്രവാചകന്റെ സന്ദേശം. യെരുശലേം ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണം സെഖര്യാ പ്രവാചകന്റെ പ്രവർത്തനത്തിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്നതായ ഒന്നാണ്. ദേവാലയം കേവലമൊരു മന്ദിരം എന്നതിൽ ഉപരിയായി ജനത്തിൻ്റെ നടുവിലുള്ള ദൈവ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ദൈവ സാന്നിധ്യം ജനതയെ കരുതുകയും സംരക്ഷിക്കുകയും അവരോട് കൂടെ വസിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകൻ ഉറപ്പ് നൽകുന്നു. അതിനാൽ സിയോനെ ദൈവം വീണ്ടും തൻ്റെ ആസ്ഥാനമായി തെരഞ്ഞെടുക്കുമെന്നും മറ്റു പ്രയാസങ്ങളിൽ നിന്നും ജനത്തിന് പൂർണ്ണ വിടുതൽ ലഭിച്ചില്ലെങ്കിലും ദൈവം രാഷ്ട്രങ്ങളുടെ മേൽ വിധി നടത്തുമെന്നും തൻ്റെ ജനമായ യഹൂദായ്ക്ക് രക്ഷയും സമൃദ്ധിയും പ്രദാനം ചെയ്യുമെന്നും വ്യക്തമാക്കുന്നു. അങ്ങനെ പുത്തൻ പ്രതീക്ഷ നൽകി അവരുടെ സ്വജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതായിരുന്നു സെഖര്യാ പ്രവാചകന്റെ സന്ദേശം. രണ്ടാമതായിട്ട് പ്രവാചകന്റെ ദർശനങ്ങൾ. പ്രവാചകൻ കാണുന്ന 8 ദർശനങ്ങളും വളരെ അധികം ശ്രദ്ധേയമാണ്. 4 കുതിരച്ചേവകരുടെ ദർശനത്തിലൂടെ ഇസ്രായേലിൻ്റെ ഭാവി പ്രത്യാശാപൂർണമാണെന്ന ഉറപ്പാണ് സെഖര്യാ പ്രവാചകൻ നൽകുന്നത്. 4 കൊമ്പുകളുടെയും കൊല്ലന്മാരുടെയും ദർശനത്തിലൂടെ യഹൂദയെ പീഡിപ്പിച്ച രാഷ്ട്രങ്ങളെ യഹോവ ശിക്ഷിക്കുമെന്ന മുന്നറിയിപ്പ് സെഖര്യാ പ്രവാചകൻ നൽകുന്നു. അളവുനൂൽ പിടിച്ചിരിക്കുന്ന ദൂതന്റെ ദർശനത്തിലൂടെ ദൈവം ശത്രുക്കളുടെ കയ്യിൽ നിന്നും തൻ്റെ ജനത്തെ സംരക്ഷിക്കും എന്ന ഉറപ്പും നൽകുകയാണ് ചെയ്യുന്നത്. മഹാപുരോഹിതനായ യോശുവയെ സാത്താൻ കുറ്റം ചുമത്തുന്ന രംഗത്തിലൂടെ മശിഹ ഇസ്രായേലിനെ രക്ഷിക്കാൻ വരുമെന്നുള്ള പ്രത്യാശ പകരുന്നു. വിളക്ക് തണ്ടും ഒലിവ് വൃക്ഷങ്ങളും എന്ന ദർശനത്തിലൂടെ ജനത്തിൻ്റെ തടസ്സങ്ങളെ അതിജീവിക്കുവാനുള്ള ധൈര്യം സെഖര്യാ പ്രവാചകൻ പകർന്നു കൊടുക്കുന്നു. പാറിപ്പോകുന്ന ചുരുളിൻ്റെ ദർശനത്തിലൂടെ പാപത്തിന് തക്ക ശിക്ഷ ദൈവം നൽകുമെന്ന ദൂതാണ് സെഖര്യാ പ്രവാചകൻ നൽകുന്നത്. അതുമാത്രവുമല്ല, ഏഫയുടെ നടുവിലിരിക്കുന്ന സ്ത്രീ എന്ന ദർശനത്തിലൂടെ പാപികളെ ദേശത്ത് നിന്ന് നശിപ്പിക്കുമെന്ന സൂചനയും നൽകുന്നു. 4 രഥങ്ങൾ എന്ന ദർശനത്തിൽ നിന്നും ദൈവകൽപ്പന പ്രകാരവും ദൈവത്തിൻ്റെ സമയത്തും ദൈവം ന്യായവിധി നടത്തും എന്ന മുന്നറിയിപ്പും ജനതയ്ക്ക് നൽകുന്നു. ഈ ദർശനങ്ങളിലൂടെ ദൈവം തൻ്റെ ജനത്തോട് കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പും പ്രത്യാശയുമാണ് നമുക്ക് ഏവർക്കും ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രത്യാശയോടെ ജീവിക്കുവാനായിട്ട് നമുക്കും സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പോടെ പ്രത്യാശയോടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.